രാഹുൽ ഗാന്ധി ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ് മാഷേ. അത് പറയാതിരിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ വിജയ് തമിഴ്നാട്ടിലെ തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന TVKയുടെ ഒരു റാലിയിൽ 41ഓളം പേർ മരണപ്പെട്ടിട്ട് പോലും ആ കുടുംബാംഗങ്ങളെ കണ്ടത് മാത്രമല്ല, റാലി നടത്തിയ വിജയിയെ വിളിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്തു. സങ്കടപ്പെടേണ്ട, ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്. ഇത് രാഷ്ട്രീയം വെച്ചിട്ടല്ല, മനുഷ്യത്വം വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഉണ്ടായപ്പോൾ ഇത്രയും മനുഷ്യത്വം രാഹുൽ ഗാന്ധി കാണിച്ചെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല തമിഴ്നാട്ടിൽ, നിങ്ങളത് രാഷ്ട്രീയമായി കാണണ്ട, അത് മനുഷ്യത്വമായി കണ്ടാൽ മതി. അപ്പോൾ രാഷ്ട്രീയമില്ലാതെ രാഹുൽ ഗാന്ധി വിളിച്ചതിനെ വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസിൻ്റെ പോരാളികളും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഒക്കെ. ഈ പഹൽഗാമിലും ഇന്ത്യയിലെ ജനങ്ങളോടും ഇല്ലാത്ത, ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പോലും ഇല്ലാത്ത എന്ത് മനുഷ്യത്വമാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തമിഴ്നാട്ടിൽ വിജയിയുടെ പാർട്ടിയോടും പിന്നെ അവിടെ മരണപ്പെട്ട ജനങ്ങളോടും അതിൽ ആത്മാർത്ഥത എന്താണ് മാഷെ? നമ്മളിപ്പോൾ കുറച്ചു കാലമായിട്ട് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും ഒരാളെ വിലയിരുത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തത്? ഇതിന് സമാനമായിട്ടുള്ള നിലപാടായിരുന്നു പഹൽഗാം ആക്രമണ കാലത്ത് എടുത്തത്, അല്ലെങ്കിൽ ബോംബ് ആക്രമണ കാലത്ത് എടുത്തത്. അതിൽ പരിക്കേറ്റ കുടുംബാംഗങ്ങളോടും അതേപോലെ തന്നെ മനുഷ്യരോടുമൊക്കെ എന്ത് സമയം എടുത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഏത് അത്യാഹിതങ്ങൾ സംഭവിച്ചാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ആ അത്യാഹിത സ്ഥലത്തെത്തുകയും അത്യാഹിതത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. അതൊന്നും ചെയ്തില്ലെങ്കിൽ ആളുകൾ പിന്നെ ഇവരെയൊന്നും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് അവരവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, വിജയ് നടത്തിയ ഒരു വലിയ ഘോഷയാത്ര, ആ ഘോഷയാത്ര വേണ്ടത്ര ആസൂത്രണം നടത്താത്തതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ വലിയൊരു ആൾക്കൂട്ടം അവിടെ വിജയെ കാത്ത് നിൽക്കാൻ വേണ്ടി ഒരുപാട് വൈകി വിജയ് അവിടെ എത്തിച്ചേരുന്നു. വിജയുടെ ഒപ്പം വേറൊരു ആൾക്കൂട്ടം കൂടി വരുന്നു. രണ്ടാൾക്കൂട്ടം കൂടി ഒരുമിച്ച് ചേർന്ന് ആൾക്കൂട്ട സമുദ്രം ഉണ്ടാകും. അതിനിടയിൽ പെട്ടുപോയ ഒരുപാട് മനുഷ്യർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം പോലും കിട്ടാതിരിക്കുകയും അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും അവരിൽ പലരും കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്തിട്ട് അത് സ്റ്റാമ്പേഡായിട്ട് അവരുടെ മേൽ മറ്റുള്ള ആളുകൾ ചവിട്ടി മതിച്ച് അവരെല്ലാം മരണത്തിൽ പോവുകയും അങ്ങനെ 41 പേർ മരിക്കുകയും നിരവധി പേർ ഇപ്പോഴും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ആ അത്യാഹിതത്തിൽ എങ്ങനെ ഓരോരുത്തരും പെരുമാറി പ്രവർത്തിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ വിജയ് സാധാരണ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങളുടെ രക്ഷകനായിട്ടാണ്. ആ രക്ഷക ഇമേജാണ് വിജയിനെ തമിഴ്നാട്ടിലുടനീളം വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ആരാധക വൃന്ദമാണ് യഥാർത്ഥത്തിൽ ഈ ഘോഷയാത്രയുടെ സമയത്ത് ഓടിക്കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഒരു അത്യാഹിതമുണ്ടായപ്പോൾ, അവിടെ ദുരന്തം ഉണ്ടായപ്പോൾ വിജയ് നിസ്സഹായനായിരുന്നു. എന്തു ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഒന്നും സംസാരിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. അയാൾ അവിടെ നിൽക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ എന്തായാലും വിജയന് അത് കഴിഞ്ഞില്ല. അത് വിജയിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള തുടക്കത്തിന് വലിയ കല്ലുകടിയായി മാറി തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ പ്രതികരണം എന്ന് പറയുന്നത് DMK ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതികരണമായിത്തീരുന്നു, DMKക്കെതിരായിട്ടുള്ള വിമർശനമായിട്ട് മാറിത്തീരുന്നു. ഈ സംഭവം നടക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം നടത്തിയ ഒരു സമ്മേളനം എന്ന് പറയുന്ന നാമക്കൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അവിടെ BJPയുടെ അതേപോലെ തന്നെ അണ്ണാ DMKയുടെ നയങ്ങൾക്കെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വിജയ് അഴിച്ചുവിട്ടിരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ഈ സംഭവത്തിൽ പെട്ടുപോവുകയും പിന്നീട് അദ്ദേഹം തിരിയുന്നത് DMKക്കെതിരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ DMKക്കെതിരെ നിൽക്കുന്ന വിജയിൻ്റെ പാർട്ടിയായിട്ടുള്ള തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴ് വിജയകഴകം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സംഭവത്തെ എങ്ങനെ തങ്ങൾക്കൊപ്പം കൂടെ ചേർത്ത് നിർത്താം എന്ന ഒരാഗ്രഹവും ആലോചനയും യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ ആഗ്രഹമാണ് ഒരു ഫോൺ കോൾ വഴി രാഹുൽ ഗാന്ധിയിൽ നിന്ന് വിജയിലേക്ക് എത്തിച്ചേരുകയും വിജയ് എത്തപ്പെട്ടിരിക്കുന്ന കഠിനമായിട്ടുള്ള മാനസിക വ്യഥയിൽ അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറാവും. അതിനെയാണ് നമ്മുടെ KC വേണുഗോപാൽ നമ്മളുടെ മുന്നിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു അവതരണമാണ്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കോൺഗ്രസ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ഷോബിസിൽ പൂർണ്ണമായിട്ടുള്ളത്. മറ്റൊന്ന് കാര്യം പറഞ്ഞാൽ എന്താണ്, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ്. ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ട്, എല്ലാത്തിലും രാഷ്ട്രീയമില്ല എന്നാണ് വേണുഗോപാൽ പറയുന്നത്. ഇത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. എന്തിനാണ് അങ്ങനത്തെ ഒരു മുൻകൂർ ജാമ്യം? ആ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന നാളെ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് ഉണ്ടായാൽ ആ ട്വിസ്റ്റ് ഏറ്റെടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ല എന്നിപ്പോൾ തന്നെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്തത്തിൽ ആർക്കും എന്ത് ചെയ്യാം, ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. അത് നല്ലതായിട്ട് ശ്ലാഘിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയ വിഷയമായിട്ട് തിരിയും. അങ്ങനെ തിരിയുന്ന സമയത്ത് ചിലപ്പോൾ വിജയെ കൈവിടേണ്ടി വരും. അങ്ങനെ കൈവിടാനായിട്ട് കണ്ടെത്തിയ ഒരു സൂത്രമാണ് ഈ മനുഷ്യത്വം എന്ന് പറയുന്നതായിട്ടുള്ള പ്രയോഗത്തിലുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ഈ രാഹുൽ ഗാന്ധി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അദ്ദേഹമാണല്ലോ ഈ രാഹുൽ ഗാന്ധിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. രാഹുലിൻ്റെ പുറകെ നടന്ന് പെട്ടുപിടിക്കുന്നതൊക്കെ കെ സി ആണെന്നൊക്കെയാണ് പലരും ആക്ഷേപിച്ച് പരിഹസിച്ചുകൊണ്ട് പറയുന്നതൊക്കെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എങ്ങനെയും സോപ്പിട്ട് നിന്നാലേ കെ സിക്ക് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കഴിയൂ. കാരണം കെ സി അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഡൽഹി രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നത്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ സജീവമാവാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അപ്പോൾ താനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ആളുകളെ കൂടി അറിയിക്കണം. രാഹുൽ ഗാന്ധി ഫോൺ വിളിച്ചത് നാട്ടുകാരെ അറിയിക്കണം. അതിനോടൊപ്പം താനും കൂടി ഇവിടെ ഉണ്ട്. കാരണം കെ സി ആണ് തമിഴ്നാട്ടിൽ പോയത്, ആളുകളെ കണ്ടത്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒക്കെ ചെയ്തത് കെ സി ആണ്. രാഹുൽ ഗാന്ധി പിന്നെ സ്റ്റാലിനെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരെയും, അതായത് വില്ലനെയും ഇവിടെ നായകൻ ഇപ്പോൾ സ്റ്റാലിനാണല്ലോ, വില്ലൻ വിജയുമാണ്. പിന്നെ വിജയുടെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് വില്ലൻ വിജയ്, നായകൻ സ്റ്റാലിൻ. നായകനെയും വിളിച്ചു, വില്ലനെയും വിളിച്ചു, രണ്ടുപേരെയും വിളിച്ചു. രണ്ടുപേരെയും ഇപ്പോൾ കക്ഷി ചേരുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ വിജയോടൊപ്പം കക്ഷി ചേരുന്നില്ല, ഞങ്ങൾ അങ്ങനെയല്ല വിളിച്ചത്, വേദനയിൽ വിജയ് വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ചിദംബരം സത്യം പറഞ്ഞപ്പോൾ ആദ്യം പങ്കുചേരേണ്ടത് 166 ജീവനുകൾ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ വേദനയിലല്ലേ മാഷേ? അല്ല, ചിദംബരത്തിൻ്റെ പ്രസ്താവനത്തോട് കാര്യമായിട്ടൊന്നും കെ സിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രതികരിച്ചായിട്ട് നമ്മൾ കണ്ടില്ല. ഇല്ല. ചിദംബരം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലും പാകിസ്ഥാനെ ആക്രമിക്കാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന അമേരിക്കയുടെ ഇടപെടലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നുവെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ മറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി അമേരിക്ക വാണ ഒരു കാലത്തെക്കുറിച്ചുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അമേരിക്ക പറയുന്നതിനനുസരിച്ചിട്ട് ഇന്ത്യ ചെയ്യാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പാടുള്ളൂ എന്ന സൂചന അതിൻ്റെ അകത്ത് വ്യക്തമായിരുന്നു, അല്ലേ? കോണ്ടലീസ റൈസോട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പറയുന്നതിനപ്പുറം നമ്മൾ ചിന്തിക്കണം, ആജ്ഞാപിക്കുകയാണ്, ചെയ്യരുത്. ആ പറച്ചില് അഭ്യർത്ഥന എന്നല്ല, ആജ്ഞാപനമാണ്. അനങ്ങരുത് പാകിസ്ഥാനെതിരെ, അനങ്ങിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ സംഭവിച്ച ഈ വിഷയത്തിൽ ചിദംബരത്തിൻ്റെ സമീപനമല്ല രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ചിദംബരവും രാഹുൽ ഗാന്ധിയും രണ്ട് വഴികളിലൂടെയാണ് വിജയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം അതിനകത്ത് പ്രകടമാണ്. കാരണം ഈ സ്റ്റാലിനെ എതിർക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ആര് പോയിക്കൊണ്ടിരിക്കുന്നത്, വിജയ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാലിനും വിജയും രണ്ട് ധ്രുവങ്ങളിലായി മാറിയാൽ കോൺഗ്രസ് ആരുടെ കൂടെ? കോൺഗ്രസ് സ്റ്റാലിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിൽക്കാൻ അവർക്ക് ഒരു സ്പേസ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുകയും എന്നാൽ വ്യക്തിപരമായിട്ട് വിജയുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഡ്രാമയിൽ കാണുന്നത്.